മർഹബ. നൈസ് അറബിക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. കമാൻ, ഏഷ് കമാൻ, വൈൻ കമാൻ, അന്ത കമാൻ, ഹുവ കമാൻ. അറബികളുടെ സംസാരത്തിൽ സാധാരണയായി കേൾക്കുന്ന ഒരു പദപ്രയോഗമാണ് കമാൻ. ഇതേക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഓൾസോ, ആസ് വെൽ, ടു എന്നിവയ്ക്ക് പകരമായി അല്ലെങ്കിൽ എന്നീ വാക്കുകളുടെ അർത്ഥത്തിൽ വരുന്ന ഒരു പദപ്രയോഗമാണ് കമാൻ എന്നത്. ലിറ്ററേച്ചർ അറബിയിൽ അയ്ലൻ എന്നും അതുപോലെ കദാലിക എന്നുമാണ് അതിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ സംസാര അറബിയിൽ ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളിലും അയ്ലൻ എന്ന പദമോ കദാലിക എന്ന പദമോ സംസാരത്തിൽ ഉപയോഗിക്കാറില്ല. മിക്ക അറബ് രാജ്യങ്ങളിലും ഈ അർത്ഥത്തിൽ കമാൻ എന്ന് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത്. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഈ വാക്ക് സംസാരത്തിൽ ഉപയോഗിക്കുന്നത് എന്ന് ഏതാനും ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഒരു സാഹചര്യമാണ് പറയുന്നത്. രണ്ട് വ്യക്തികൾ ചായക്കടയിൽ ചെന്നു. അതിലൊരാൾ പറഞ്ഞു, അന അബ്ഗ ഷായി ബിദൂൻ സുക്കർ, എനിക്ക് പഞ്ചസാര ഇല്ലാത്ത ചായ വേണം. ഇത് കേട്ടപ്പോൾ സുഹൃത്ത് അതിനെ തുടർന്നു കൊണ്ട് പറഞ്ഞു, വ അന കമാൻ, അർത്ഥം എനിക്കും. അവിടെ വ അന ബഅദ് എന്നും ഉപയോഗിക്കാം, എനിക്കും എന്നർത്ഥം, അല്ലെങ്കിൽ ഞാനും അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഈ കമാൻ എന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അന റാഹ് അൻസിൽ ഇജാസ ഉസ്ബുഅൽ ജായി, അന റാഹ് അൻസിൽ ഇജാസ ഉസ്ബുഅൽ ജായി, നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞാൻ വെക്കേഷൻ പോവുകയാണ്. വ അന കമാൻ, ബസ് അന കമാൻ എന്നും ചില പ്രദേശങ്ങളിൽ പറയാറുണ്ട്. ബസ് എന്ന് പറഞ്ഞാൽ വ ഞാനും എന്നതിന് ബന്ധിപ്പിക്കുന്നൊരു പദപ്രയോഗമായിട്ട്. വ അന കമാൻ എന്ന് പറഞ്ഞാൽ ഞാനും അടുത്ത ആഴ്ച ലീവിന് പോവുകയാണ്. ഹുവ താലിബ് വ കമാൻ മുദർരിസ്, ഹുവ താലിബ് വ കമാൻ മുദർരിസ്, അവൻ ഒരു വിദ്യാർത്ഥിയാണ്, അതോടൊപ്പം അധ്യാപകനുമാണ്. ഹിയ താലിബ വ കമാൻ മുഅല്ലിമ, അവളൊരു വിദ്യാർത്ഥിനിയാണ്, അതോടൊപ്പം അധ്യാപികയുമാണ്. വ കമാൻ, ആ അധ്യാപികയും എന്ന അർത്ഥത്തിനാണ് കമാൻ എന്ന പദം ഉപയോഗിക്കുന്നത്. ഹുവ താബാൻ വ അന കമാൻ താബാൻ, അദ്ദേഹം രോഗിയാണ്, വ അന കമാൻ താബാൻ, ഞാനും രോഗിയാണ്. ഇവിടെ ഈ താബാൻ എന്ന വാക്ക് ശരിക്ക് ക്ഷീണിതൻ എന്നാണ് അതിൻ്റെ അർത്ഥം. രോഗി എന്നതിനും ഉപയോഗിക്കാറുണ്ട് എന്നല്ല, കൂടുതലും ഉപയോഗിക്കുന്നത് രോഗി എന്നതിനാണ്. അതുപോലെ താബാൻ എന്നത് ക്ഷീണിതൻ എന്നും കെയർലെസ് എന്നുമൊക്കെ അർത്ഥത്തിനും ഉപയോഗിക്കാറുണ്ട്. രോഗി എന്നതിനാണെങ്കിൽ മരീദ് എന്നാണ് ഉപയോഗിക്കാറുള്ളതെങ്കിലും അങ്ങനെയുള്ള ശാരീരികമായ ബുദ്ധിമുട്ടുള്ള ഒരാൾ എന്ന നിലക്ക് രോഗിക്കും താബാൻ എന്ന് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഹുവ താബാൻ വ അന കമാൻ താബാൻ, അദ്ദേഹം
രോഗിയാണ് അല്ലെങ്കിൽ ക്ഷീണിതനാണ്, ഞാനും ക്ഷീണിതനാണ്. അതിനൊരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹിയ താബാന വ അന കമാൻ താബാൻ. ഒരു പുരുഷൻ സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവൾ രോഗിയാണ്, ക്ഷീണിതയാണ്, ഞാനും ക്ഷീണിതനാണ്. അതുപോലെ ഒരു സ്ത്രീയാണ് മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് എങ്കിൽ ഹിയ താബാന വ അന കമാൻ താബാന. അല്ല, ഒരു സ്ത്രീ മറ്റൊരു പുരുഷനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ഹുവ താബാൻ വ അന കമാൻ താബാന. അതുപോലെ മറ്റൊരു ഉദാഹരണം എന്തി സയ്യാറ ജദീദ വ കമാൻ എന്തി സയ്യാറ ഗദീമ. എനിക്കൊരു പുതിയ കാറുണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു പഴയ കാറുമുണ്ട്. എനിക്കൊരു പുതിയ കാറുണ്ട്, എനിക്കൊരു പഴയ കാറുമുണ്ട്. അപ്പോൾ എന്തി സയ്യാറ ജദീദ വ കമാൻ എന്തി സയ്യാറ ഗദീമ. ഹിയ ഹിന്ദിയ വ അന കമാൻ ഹിന്ദി. അവൾ ഇന്ത്യക്കാരിയാണ്, ഞാനും അതുപോലെ ഇന്ത്യക്കാരനാണ്. ഇനി ഒരു സ്ത്രീയാണ് അങ്ങനെ പറയുന്നത് മറ്റൊരു സ്ത്രീയെ പരിചയപ്പെടുത്തിയിട്ടെങ്കിൽ ഹിയ ഹിന്ദിയ വ അന കമാൻ ഹിന്ദിയ. അവൾ ഇന്ത്യക്കാരിയാണ്, ഞാനും അതുപോലെ ഇന്ത്യക്കാരിയാണ്. ഇങ്ങനെയാണ് ഈ കമാൻ എന്ന പദപ്രയോഗം വരുന്നത്. ഇനി കമാൻ എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ടും ചില സാഹചര്യങ്ങൾ അങ്ങനെയും വരാറുണ്ട്. ഉദാഹരണം, ഇപ്പോൾ നീയും ഉണ്ടോ ഈ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നീയും ആവശ്യപ്പെടുകയാണോ, നിനക്കും വേണോ, നീയും പോകുന്നുണ്ടോ, നമ്മൾ ചോദിക്കുമല്ലോ നീയും എന്നൊരു ചോദ്യം. അതാണ് അന്ത കമാൻ, നീയും. വ അന്ത ബാദ്, അതായത് ഒരു സ്ത്രീയോടാണെങ്കിൽ അന്തി കമാൻ. അതുപോലെ വേറൊരാളെ കുറിച്ചാണ് ഹുവ കമാൻ, ഹിയ കമാൻ. ഇങ്ങനെ അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ടും ചോദിക്കാം. ചോദ്യത്തിൻ്റെ പദപ്രയോഗത്തോടു കൂടെയും ചോദിക്കാം. ലേഷ് ഹുവ കമാൻ ജായി മാക്. ലേഷ് എന്തുകൊണ്ട്, അതാണ് ലേഷ് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ലേഷ് ഹുവ കമാൻ ജായി മാക്, എന്തുകൊണ്ട് അവനും നിൻ്റെ കൂടെ വന്നു. അതാണ് ലേഷ് ഹുവ കമാൻ ജായി മാക്, എന്തുകൊണ്ട് അവനും നിൻ്റെ കൂടെ വന്നു. ഒരു സ്ത്രീയെക്കുറിച്ചാണെങ്കിൽ ലേഷ് ഹിയ കമാൻ ജായിയ മാക്, എന്തുകൊണ്ട് അവളും നിൻ്റെ കൂടെ വന്നു. ഇനി ആ കമാൻ എന്നത് സ്ഥലത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടും ചോദിക്കാം. ഓയിൻ കമാൻ, നെക്സ്റ്റ് ഇനി എവിടേക്ക്. ഓയിൻ കമാൻ. ഹിന കമാൻ, ഇവിടെയും ഉണ്ടോ. ഷൂ കമാൻ, ഇനി എന്താണ്. യേഷ് കമാൻ, വഷ് കമാൻ, ഇങ്ങനെ ചോദിക്കാറുണ്ട്. അതുപോലെ ആര്, ഇനി ആര് എന്നാ ചോദ്യം. മീൻ കമാൻ. അതുപോലെ ഒരു സാഹചര്യം, ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സാധനം സ്വീകരിച്ചു കൊണ്ടിരിക്കുക, അപ്പോൾ കുറച്ചുകൂടി വേണം അല്ലെങ്കിൽ ഇനിയും വേണം എന്നതിന് സാധാരണ അറബികൾ ഉപയോഗിക്കാറുണ്ട്. കമാൻ ലൗ സമഹത്ത്, മോർ, എക്സ്ക്യൂസ് മീ, നിങ്ങൾ കുറച്ചുകൂടി തരണേ എന്ന് പറയുന്നതിനാണ് കമാൻ ലൗ സമഹത്ത്. അതൊരു സ്ത്രീയാണ് തരുന്നതെങ്കിൽ അവരോട് കമാൻ ലൗ സമഹത്തി എന്ന് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ കമാൻ എന്ന പദത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ള ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കമാൻ എന്നതാണ് ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഈ അർത്ഥത്തിന്, അതായത് ഈ ഓൾസോ എന്നോ ആസ് വെൽ എന്നോ അല്ലെങ്കിൽ ടു എന്നോ ആ ഒരർത്ഥത്തിന് ഉപയോഗിക്കുന്നത് എങ്കിലും ഈജിപ്ത് പോലെയുള്ള ചില രാജ്യങ്ങളിൽ ബർദു എന്ന ഒരു പദവും ഉപയോഗിക്കാറുണ്ട്. അവിടെയും കമാൻ എന്ന പദം ഉണ്ട്, അതോടൊപ്പം ബർദു എന്ന് പ്രചാരത്തിലുള്ള ഒരു പദമാണ്.
ഇപ്പം നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ഒരു ഉദാഹരണം, അന ഇന്ദി സയ്യാറ ഗദീദ വ ബർദു സയ്യാറ അദീമ. അതിപ്പോൾ ഈജിപ്ഷ്യൻസ് പറയുമ്പോൾ അങ്ങനെയാണ് പറയുക. അന ഇന്ദി സയ്യാറ ഗദീദ, എൻ്റെ അടുത്തൊരു പുതിയ കാറുണ്ട്, എൻ്റെ അടുത്ത് ഒരു പുതിയ കാറുണ്ട്. വ ബർദു സയ്യാറ അദീമ, അതുപോലെ എനിക്കൊരു പഴയ കാറുമുണ്ട്. ഇവിടെ ഈ ജദീദ എന്നത് ഈജിപ്ഷ്യൻ സ്ലാഗിൽ ജ എന്നത് ഗ എന്നാണ് അവർ ഉച്ചരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഗ, നമ്മൾ ഒറിജിനൽ അറബിയിലുള്ള ക എന്ന പദം കൊളോക്കൽ അറബിയിൽ ഗ എന്നാണ് ഉച്ചരിക്കുക. അത് തന്നെ ഈജിപ്ഷ്യൻസ് അ എന്നാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് അദീമ, ഗദീമ എന്നതിനെ അവർ അദീമ എന്നാണ് അവരുടെ ഉച്ചാരണം വരുന്നത്. അപ്പോൾ അന ഇന്ദി സയ്യാറ ഗദീദ വ ബർദു സയ്യാറ അദീമ. ഇത്രയും കാര്യങ്ങളാണ് ഈ പദവുമായി, കമാൻ എന്ന സംസാര അറബിയിലെ ഈ പദത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്.